നമ്മുടെയൊക്കെ മക്കളിൽ നിന്ന് എങ്ങനെയാണ് ഈ പാരമ്പര്യ ശക്തികളെ വെട്ടിക്കളയാൻ കഴിയുന്നത്? ഇത് ഒരുപാട് പേർ പ്രാർത്ഥനാപരമായി ചോദിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൻ്റെയും ഭാവിയുടെയും മണ്ഡലങ്ങളിൽ നിന്നും അവർ പോലും അറിയാതെ അവരുടെ വിജയങ്ങളെയും അനുഗ്രഹങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന അന്ധകാരത്തിൻ്റെ എല്ലാത്തരം നടപടിക്രമങ്ങളെയും വിവേകമുള്ള ദൈവകൃപയുള്ള മാതാപിതാക്കൾ അറിഞ്ഞു കണ്ട് പ്രാർത്ഥിച്ച് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പരിശ്രമങ്ങളേറെ ഉണ്ടെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാകാതെ പോകും. ദൈവത്തിൻ്റെ മക്കളെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനോടകം പല ജീവിത അനുഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതായിരിക്കുമല്ലോ. ഇന്ന് ഇത്തരം വിഷയങ്ങളിൽ ഒരു വിടുതൽ തരുവാനുള്ള കർത്താവിൻ്റെ വലിയ കൃപയുടെ പദ്ധതിയാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക്, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വലിയവനായ യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ ആദിയോടൊന്നും പഠിക്കുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് പിന്തുടർച്ച ദൈവം അനുവദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറയായും ഇരിക്കുന്നുവെന്നാണ്. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. പിതാക്കന്മാർ ദൈവകൃപയോടുകൂടെ ദൈവസന്നിധിയിൽ നിലനിന്നാൽ, അമ്മമാർ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിച്ചാൽ അതിൻ്റെ പ്രതിഫലങ്ങൾ കൊയ്തെടുക്കുവാൻ ദൈവം തലമുറകളെ എഴുന്നേൽപ്പിക്കും. സ്പർജൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. ഭൂമിയിലായിരിക്കുമ്പോൾ അമ്മമാർ ഒഴുക്കുന്ന കണ്ണുനീരിൻ്റെ ഫലങ്ങൾ കണ്ടില്ലെങ്കിലും ഇവരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് കരയേറി ചെല്ലുന്നൊരു ചെറു കിളിവാതിലുണ്ട്. നിങ്ങൾ മരണാനന്തരം സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ തലമുറ ഭൂമിയിൽ ജീവിക്കവേ ദൈവം ആ കിളിവാതിൽ തുറന്ന് നിങ്ങളെ താഴേക്ക് നോക്കാൻ ഒന്ന് അനുവദിക്കും. ആ സമയം ഇന്നലകളിൽ ഒഴുകിയ കണ്ണീരുകളെല്ലാം നിങ്ങളുടെ തലമുറകളുടെ തലയിൽ കിരീടങ്ങളിലെ മുത്തുകളായി ദൈവം പകർന്നു വെച്ചിരിക്കുന്ന അത്ഭുത കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രസംഗകരുടെ പ്രഭുവായ ചാൾസ് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് പിന്തുടർച്ചയുണ്ട്. അപ്പോൾ തന്നെ ദുരിതപരമായ ശക്തികൾ, സ്വാധീനങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് പിന്തുടരപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ലോകത്ത് ക്രിസ്തീയ മത ചിന്തയിൽ മാത്രമല്ല, യഹൂദ മതചിന്തയിലും ഇതര മതവിഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ആശയം വളരെ ശക്തമായി തന്നെ പ്രതിഫലിച്ച് നിൽപ്പുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിൽ കർമ്മ എന്ന് പറയുന്നൊരു കാര്യത്തെ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതായത് എന്ത് കർമ്മം അനുഷ്ഠിക്കുന്നു അതിൻ്റെ ഫലം തിരിച്ചു വരും. അത് ആ പ്രസ്തുത വ്യക്തിക്ക് മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിത പരിസരങ്ങളിലേക്കും അതിൻ്റെ ശക്തി വ്യാപിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ പറയപ്പെടുന്ന ചിന്താഗതികളെല്ലാം തന്നെ രൂപപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭവനങ്ങളിലെ അന്തരീക്ഷം തലമുറകളുടെ സ്വഭാവ രൂപീകരണത്തെ, ചിന്താരീതികളെ എല്ലാം തന്നെ ശക്തമായ നിലയിൽ സ്വാധീനിക്കും. ഡോക്ടറുടെ മക്കൾ ഡോക്ടറാകുന്നതും ബിസിനസ്സുകാരുടെ മക്കൾ ബിസിനസ്സുകാരാകുന്നതും കർഷകൻ്റെ മക്കൾ പലപ്പോഴും ജീവിതത്തിൽ കർഷകരായി തീരുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ചിന്താഗതി ഇല്ലാതെ പോവുകയോ ചെയ്യുന്നതൊന്നും സ്വാഭാവികമായ കാര്യമല്ല. ബാല്യകാലം മുതൽ തങ്ങൾ വളരുന്ന ജീവിത സാഹചര്യത്തിൽ കണ്ടും പരിചയിച്ചും വരുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഒരിടം കണ്ടെത്താൻ ഏത് കുട്ടിക്കും സ്വാഭാവികമായ നൈസർഗികമായ ഒരു കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ പരിസരങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ നാം എന്തിനെ ഒക്കെ പ്രയോറിറ്റി കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നു അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ശക്തമായ തോതിൽ അത് സ്വാധീനിക്കും, ബാധിക്കും. മദ്യത്തിൻ്റെ ഒരു കുപ്പി കൊണ്ടുള്ളൊരു അലങ്കാരം പോലും ഒരു ദൈവപൈതലിൻ്റെ വീട്ടിൽ പാടില്ല എന്ന് ദൈവദാസന്മാരായി ഞങ്ങൾ പറയാറുണ്ട്. പല വീടുകളിലും പൂക്കളിട്ട് വെക്കാൻ മദ്യക്കുപ്പികൾ ഉപയോഗിക്കാറുണ്ട്. കുടിച്ചിട്ട് വഴി കിടന്ന് കിട്ടുന്നതായിരിക്കും. പലപ്പോഴും പല മദ്യക്കമ്പനികളുടെയും കുപ്പികൾക്ക് വളരെ മനോഹാരിതയുണ്ട്. അപ്പോൾ അത് പിറക്കിക്കൊണ്ട് വന്ന് ആൾക്കാർ പെയിൻ്റ് അടിച്ച് കലാവിരുതുകളൊക്കെ കാട്ടിക്കൂട്ടി വെക്കാറുണ്ട്. അതുപോലും പാടില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നതിൻ്റെ കാരണം, നമ്മളുടെ വീടിനകത്ത് അനാവശ്യമായി നാം വിളിച്ചു കയറ്റി വെക്കുന്ന ഇത്തരം സ്വാധീനങ്ങൾക്ക് കാരണമാകുന്ന ഉപകരണങ്ങൾ പോലും നാളെ അവരുടെ ഹൃദയത്തിലേക്ക് ഇതൊക്കെ തങ്ങളുടെ വീട്ടിൽ ഒരു ഇടം കിട്ടപ്പെട്ട വസ്തുവായി ഉപബോധ മനസ്സിൽ അംഗീകരിക്കപ്പെട്ടു പോകും എന്നതിനാലാണ് ഇതൊന്നും പാടില്ല എന്ന് പറയാറുള്ളത്. അപ്പോൾ ലോകമെമ്പാടും മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദുഷ്ടശക്തികൾ അതിൻ്റെ പ്രഭാവങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നതിന് കാരണമായി തീരാറുണ്ട്. പലപ്പോഴും ഭൂതബാധ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഭൂത ഒഴിപ്പിക്കൽ ശുശ്രൂഷകൾക്ക് സഭയിലൊക്കെ അവസരം ഒരുങ്ങുമ്പോൾ
അലറി വിളിച്ച് ദുരാത്മബാധിതരായ മനുഷ്യർ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അമ്മായിയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഈ വ്യക്തിയുടെ മേൽ കയറിയതാണ്, ഇന്നയാൾ മരിച്ചപ്പോൾ ഞാൻ വന്ന് കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൻ്റെ അനന്തരാവകാശങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാനുള്ള ഒരു സാത്താന്യ മോഹത്തിന് ചില വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ ഇരകളായി തീരുന്നതിനാലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെ സന്ദർശിക്കപ്പെടുന്ന ദൈവിക ഇടപെടലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും പാരമ്പര്യമായ ബന്ധനങ്ങൾ തലമുറകളിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം പിതാക്കന്മാരുടെ അകൃത്യമാണ്, അനുസരണക്കേടാണ്, ഭയമാണ്, അശുദ്ധ ജീവിതമാണ്. പാപത്തോട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏത് സന്ധിയില്ലാത്ത സഹകരണങ്ങളും നമ്മുടെ തലമുറകൾക്കൊരു വെച്ചുകെട്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്ത തലമുറകളുടെ ആത്മീക അന്തരീക്ഷത്തെ അത് ബാധിക്കും. എന്നാൽ വേറെ ചില വ്യക്തികൾ ബന്ധിക്കപ്പെടുന്നതിൻ്റെ പുറകിൽ ഈ ഒരു അകൃത്യമല്ല നിലനിൽക്കുന്നത്, പകരം അവർ സാത്താനുമായി ചെയ്യുന്ന ചില കരാറുകളാണ്, ഉടമ്പടികളാണ്. എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഇന്നതുപോലെ ചെയ്തങ്ങയെ പ്രസാദിപ്പിച്ചു കൊള്ളാം, എനിക്ക് വേണ്ടതായ സ്വത്തും വകയും ജീവിതോപാധിക്ക് വേണ്ടതായ വിജയങ്ങളും നൽകണം. അപ്പോൾ ഒരു അന്ധകാര ശക്തിയെ സേവിച്ചു നിൽക്കുന്നതിനാൽ, അതിനെ ഒരു സേവാമൂർത്തി സമ്പ്രദായത്തിൽ കൂടെ കൊണ്ട് നടക്കുന്നതിനാൽ, തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഒരു ദുരാത്മാവിനെ ചിലർ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തികൾ മരണപ്പെട്ട് കഴിയുമ്പോൾ തങ്ങൾ ചെയ്തു വന്നതായ ഈ സിസ്റ്റം അടുത്തൊരു തലമുറയിലേക്ക് കൈമാറേണ്ടത് അനിവാര്യമാണ്. കൈമാറ്റം ചെയ്യാതെ പോന്നാൽ ആ കുടുംബത്തെ, ആ കുലത്തെ അത് മുടിച്ചു കളയും. ഇതാണ് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നൊരു പതിവെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും എടുത്ത് സ്വീകരിക്കാൻ തയ്യാറാകാതെ പോകുന്ന സമയത്ത് ഇത്തരം സമ്പ്രദായങ്ങൾ ഒരു കുടുംബ പരമ്പരയിൽ അനാഥമായി പോകുന്ന ഒരു നില കടന്നു വരുമ്പോൾ, എന്നെ പ്രസാദിപ്പിക്കുക, എനിക്ക് വേണ്ടത് ചെയ്തു തരിക എന്ന് ഇത് പറയാതെ പറയും. ഇത് പറയാതെ പറയുന്നത് ദ്രോഹങ്ങളും അക്രമങ്ങളും ദുരിതങ്ങളും ആ വ്യക്തികളുടെ ജീവിതത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു വഴിക്ക് പോയിട്ട് വിജയിക്കുന്നില്ല, ഒരു പരീക്ഷയിൽ ജയിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം തേടി ചെല്ലുമ്പോൾ ആത്മലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നതുപോലൊരു സമ്പ്രദായമുണ്ട്, നിങ്ങളതിനെ പ്രസാദിപ്പിക്കണം, നിങ്ങളതിന് ഇന്ന നിവേദ്യം നൽകണം, നിങ്ങളതിന് ഇന്ന വഴിപാട് കഴിക്കണം. ഈ നിലയിലുള്ളതായ നിഗമനങ്ങൾ പലയിടത്തു നിന്നും ലഭിക്കും. കാരണം ഇത്തരം മൂർത്തിഭാവങ്ങൾ കോപിച്ചു നിൽക്കുകയാണെന്ന് പറയും. ദൈവമക്കളെ, ഇങ്ങനെയുള്ളതായ ഇടപാടുകൾ പൂർവികരായി നിങ്ങളുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തം ഉരുവിട്ട്, യേശുവിൻ്റെ നാമം ശക്തമായി ഉരുവിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവവചനത്തിൻ്റെ കരുത്തിൽ നല്ല ആത്മാവിന് നിറവുള്ളൊരു സഭയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളെ പൊട്ടിച്ച് കളഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലാഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ, നല്ല പരിശ്രമങ്ങൾ അത് ഇല്ലാതാക്കി കളയുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. മൂന്നാമതായി, ഭയം പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. തീമോഥെയോസിൻ്റെ ലേഖനം 2 തീമോത്തി 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ സ്വപുത്രൻ്റെ ആത്മാവിനാലാണ് ദൈവം നമ്മളെ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് ഒരു ചേംബറാണെന്ന് ഇതിനോടകം ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മേലൊരു ഭയം കയറിക്കൂടിയാൽ ആ കുടുംബാന്തരീക്ഷത്തിൽ ആ വ്യക്തി ആ ഭയത്തിൻ്റെ വിത്തുകൾ വിതച്ചുകൊണ്ടേയിരിക്കും. അതിന് പേടി, ഇതിന് പേടി, നോക്കാൻ പേടി, എടുക്കാൻ പേടി, ഇറങ്ങാൻ പേടി, ചിന്തിക്കാൻ പേടി, ഭയത്തോട് ഭയം. ഈ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഭീരുക്കളായി മാറും. അവർക്ക് ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുവാനുള്ളൊരു കരുത്തുണ്ടാകുകയില്ല. നിസ്സാരപ്പെട്ട സാഹചര്യങ്ങളെ കാണുമ്പോൾ തന്നെ അവർ ആകമാനം വിറച്ചു പോകും. ആടി ഉലഞ്ഞു നിൽക്കുന്ന ഏത് നിമിഷം വീഴാവുന്ന ഒരു മരം പോലെയായിരിക്കും അവരുടെ വളർച്ചാ പാന്താവുകൾ. ആര് ഭയപ്പെടുത്തിയാലും, ആര് തെറ്റിദ്ധരിപ്പിച്ചാലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഭീരുക്കളായി മാറും. ഒരു നിശ്ചിത കാലഘട്ടം കഴിയുന്നതിന് മുമ്പേ അങ്ങനെയുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാകും. അതുമാത്രമല്ല, അവരുടെ ശരീരത്തിൽ BP പെട്ടെന്ന് അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും. ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ പടയുന്നവർക്ക് കടന്നു വരും. ഇങ്ങനെയൊക്കെയുള്ളതായ ആങ്സൈറ്റിയിലേക്ക്, ഫിയറാണ് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഫിയർ പാറ്റേണിൽ തന്നെ കയറി വരുന്ന ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. എത്ര മിടുക്കരാണെങ്കിലും അവർ ഇരുന്ന പരീക്ഷകളിൽ അവർ തോറ്റുപോകും. എത്ര മികവുള്ളവരാണെങ്കിലും അവർക്ക് വാഹനം ഓടിക്കാൻ ഭയമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഭയമെന്ന് പറയുന്ന പാറ്റേണിലൂടെ കടന്നു വരുന്നതാണ്. പാമ്പ് പേടി, രക്തം പേടി, ചുവന്ന നിറം കണ്ടാൽ പേടി, ഇരുട്ട് കണ്ടാൽ പേടി, ഇങ്ങനെയുള്ള പേടികൾ ഒരു ബന്ധനമാണ്. പാരമ്പര്യ ശക്തികൾ നമ്മുടെ തലമുറകളിലേക്ക് കയറി വരുന്നതിൻ്റെ ഒരു വഴി ഇതാണ്. അതിനെ ധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിനെ തകർത്ത് കളഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വലിയവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ തിരുവായ്മൊഴി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് ദുഷ്ടൻ കടന്നു വരുന്നത്.
അപ്പോൾ പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരുന്ന എന്തിനാണ്? അത് കുടുംബ ബന്ധങ്ങളെ വിഭജിക്കുവാൻ വേണ്ടിയാണ്. മകൻ്റെ കുടുംബജീവിതം തകർന്നു, മകളുടെ കുടുംബജീവിതം തകർന്നു, ഒരാൾക്ക് കുഞ്ഞുങ്ങളില്ല, അടുത്തയാൾക്കും കുഞ്ഞുങ്ങളില്ല, അടുത്തയാൾ ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ കേസുകളാണ് ഓരോ ദിവസവും നമ്മുടെയൊക്കെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ബന്ധനങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ പുറകിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന ദുഷ്ടൻ്റെ ഇടപെടലുകൾ അങ്ങനെയുള്ളതിൻ്റെ മേലുണ്ട്. ആരോഗ്യത്തെ തകർക്കുവാനും നന്മകളെ മോഷ്ടിച്ച് കളയുവാനും ആത്മഹത്യാ ചിന്തകൾ സൃഷ്ടിക്കുവാനും തലമുറകളെ ദുർബലമാക്കുവാനും എല്ലാമുള്ളൊരു പ്രവണത ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ നിലനിൽക്കെ നമുക്ക് എങ്ങനെ ഇതിനെ തകർത്ത് കളയാൻ കഴിയും? എവിടെയാണ് നിങ്ങൾക്ക് ഉടമ്പടി ഉള്ളത് അവിടെ നിങ്ങളത് റദ്ദ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് മൂർത്തി സമ്പ്രദായത്തിൽ ഏത് ഇടവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് അതിനോട് പറയണം, എൻ്റെ കർത്താവ് ഇനി യേശുവാണ്, ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പിശാചേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് നിങ്ങൾ ദുഷ്ടനോട് പറയാത്തിടത്തോളം കാലം അത് നിങ്ങളെ കഠിനമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റു പറഞ്ഞത് നമ്മുടെ നാക്കുകൊണ്ടാണെങ്കിൽ നമ്മുടെ ഇതേ നാവ് കൊണ്ട് തന്നെ നമ്മുടെ മേലുള്ളതായ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വീകരിച്ചു പറയാൻ, യേശുവിനെ സ്വീകരിച്ചു പറയാൻ തയ്യാറാകുന്ന ഈ നാവ് കൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുന്നു എന്നുകൂടെ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. അത് ജീവനും മരണത്തിൻ്റെയും അധികാരവും വലിയ കാട് കത്തിക്കുന്ന അഗ്നിയുമാണ് എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധനങ്ങളെ കത്തിച്ചു കളയുവാൻ, കെട്ടുകളെ പൊട്ടിച്ചു കളയുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉപാധി നമ്മുടെ നാവാണ്. ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറയേണ്ടതിനെ ഏറ്റുപറയുവാനും തള്ളിപ്പറയേണ്ടതിനെ തള്ളിപ്പറയുവാനും നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുകയാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കാൽവറി ക്രൂശ് എന്ന മരത്തിൽ തൂങ്ങി യേശു നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യവും ശാപമുക്തിയും നൽകിയിരിക്കുകയാണ്. ഇനിയും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് ഞാൻ അടിമയല്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന്മേൽ തൂങ്ങിയുള്ള മരണം അതെൻ്റെ പേർക്കായിരുന്നു എന്നുള്ളതായ രക്ഷയേറ്റു പറയുകയും യേശുവിനെ കർത്താവും രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളുടെ മേലുള്ളതായ ശാപബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ കഴിയും. കൊലോസി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ നമ്മളോട് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവനാണ് നമ്മുടെ കർത്താവായ യേശു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ വാഴ്ച നടത്താൻ, നമ്മുടെ മേൽ അധികാരം നടത്താൻ വരുന്ന ഏത് ദുർശക്തിയുടെ മേലും നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ജയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതിനെ തകർത്തു കളയുവാൻ, ഇത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തുവാനുള്ളതായ പ്രധാനമായ നടപടി നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് വന്നതും നാളെ വന്നതും കഴിഞ്ഞ നാളുകളുണ്ടായതും, ചില വീടുകളിൽ 8 വർഷം കൂടുമ്പോൾ ദുരന്തങ്ങളുണ്ടാകും, 3 വർഷം കൂടുമ്പോൾ ആവർത്തിച്ച് വരുന്ന പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആവർത്തിച്ച് വരുന്ന വിഷയങ്ങളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മേലുള്ള പാറ്റേണുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരേ രോഗങ്ങൾ, ഒരേ ചിന്തകൾ, ഒരേ രീതിയിലുള്ളതായ തകർച്ചകൾ, ഒരേ രീതിയിലുള്ളതായ അപകടങ്ങൾ. ഇത് കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, ഇത് കേവലം സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാന്യമായ നിയന്ത്രണമുണ്ട്, ഒരു പാരമ്പര്യമായ ശക്തിയുടെ പ്രവർത്തനം, ഒരു പാറ്റേൺ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പൊട്ടിക്കാൻ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യേശു നമ്മളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശുവിലേക്ക് ജീവിതം സമർപ്പിച്ച് നമ്മുടെ നാവ് കൊണ്ട് നമ്മളതിനെ അഴിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അതിലേക്കുള്ളതായ എല്ലാ കറുത്ത നിയമങ്ങളും കർത്താവ് തന്നെ റദ്ദ് ചെയ്ത് കളയുകയും നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുകയും ചെയ്യും. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, അത് പൊട്ടട്ടെ ഇത് പൊട്ടട്ടെ എന്ന് ചുമ്മാ കാടടച്ച് വെടിവെക്കുന്ന പരിപാടിയെക്കുറിച്ചല്ല പറയുന്നത്. വ്യക്തമായി പാറ്റേണുകളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കതിനെ ജയിക്കുവാനും തകർക്കുവാനും കഴിയുകയുള്ളൂ. പ്രധാനമായും ഇതിനെ ജയിക്കുവാനുള്ള അടുത്ത മാർഗം നിങ്ങളുടെ വീട്ടിൽ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ യോശുവയെ പോലെ ഇനിയുള്ള നമ്മുടെ ജീവിത കാലഘട്ടം നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശുവിനെ ആയിരിക്കും. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ബൈബിൾ തുറന്നു വായിക്കുന്നതിൻ്റെയും സ്തുതിയുടെ ശബ്ദം ഉയരുന്നതിൻ്റെയും പരസ്പരം ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെയും ശബ്ദം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, പിശാചിന് ഇടം നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ ഇരുണ്ട സ്വാധീനങ്ങൾക്ക് കടന്നു കയറി വരുവാൻ എവിടെയൊക്കെ വാതിൽ തുറന്നിട്ടുണ്ടോ ആ വാതിലുകളെല്ലാം നമ്മൾ അടച്ചു കളയണം. അശുദ്ധി നിറഞ്ഞ എല്ലാ അന്തരീക്ഷവും ഒഴിവാക്കണം. മനഃപൂർവ്വമായി ചെയ്യുന്ന പാപവും അസന്മാർഗിക ജീവിതവും
വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. മയക്കുമരുന്നുകൾ, മദ്യം പോലെയുള്ളതായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു ദുർശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാത്താന് തുറന്ന ലൈസൻസാണ് നിങ്ങൾ എഴുതി കൊടുക്കുന്നത്. ഈ ദ്രോഹ നടപടികൾ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായുണ്ട്. അടുത്തത് ഹിംസാപരമായ സംസാരങ്ങളും ഒഴിവാക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിലുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതും വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കുകയും അന്യോന്യം തല്ലി തകർക്കുകയും മർദ്ദിക്കുകയും നിർദ്ദയം ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു നികൃഷ്ടമായ പെരുമാറ്റ രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സാത്താനൊരു ആയുധമായിട്ട് സമർപ്പിക്കുകയാണ്. അരുത്, അരുത്, അരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹിംസാപരമായി ചെയ്യുന്ന എല്ലാ നടപടികളെയും മനഃപൂർവ്വം വിട്ടുകളഞ്ഞ്, കർത്താവേ, എൻ്റെ കൈകാലുകളാൽ എൻ്റെ നാവിനാൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഇനി എൻ്റെ ശരീരം ഞാൻ അതിന് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ തന്നെ ദുഷ്ടന് നമ്മുടെ ജീവിതത്തിലുള്ള പിടികൾ അയഞ്ഞു പോകും, ഇല്ലാതായിത്തീരും. ദൈവത്തിൻ്റെ മക്കളെ, ക്രൂശിലൂടെ നമുക്ക് വേണ്ടി കർത്താവായി യേശു ഒരുക്കിയ ഏറ്റവും അനുഗ്രഹം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി തീരുവാൻ തക്കവിധം നിങ്ങൾ വ്യക്തമായി ദൈവകൃപയെ സ്വീകരിച്ച് യഥാസ്ഥാനപ്പെടേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലായതുകൊണ്ട് വ്യക്തമായി ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്താൽ പരിശുദ്ധമാക്കപ്പെടുവാനായി ഏൽപ്പിച്ച് കാൽവറിയിലെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ മുദ്ര വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും വിടുതലും സമാധാനവും ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാനും ജാഗ്രത പുലർത്തുന്നൊരു ജീവിതം നയിക്കുവാനും നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് നൽകുന്ന ധൈര്യത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമുക്കെന്നും നമ്മുടെ വീട്ടിൽ പറയാം. 1-2 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊലോസ്യ ലേഖനം 2:14-15 വചനങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു. ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട്, യേശുവിൻ്റെ ക്രൂശിനാൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ ഇരുണ്ട ബന്ധനങ്ങളും തകർന്നു പോയിരിക്കുന്നു, ദുഷ്ടൻ ഇനി എൻ്റെ വീട്ടിൽ ജയാളിയല്ല, ഈ വാക്ക് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ യേശു നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മളെ വിടുവിച്ചു. ഞാൻ ഭയത്തിൻ്റെയും പിശാചിൻ്റെയും അടിമയല്ല, ഞാൻ യജമാനനായ യേശുവിൻ്റെ മകനായി മാറിയിരിക്കുന്നു, മകളായി മാറിയിരിക്കുന്നു. ഇനി ഭയം, ഭീരുത്വം എൻ്റെ മേൽ വാഴുകയില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം, യേശുവിൻ്റെ രക്തം എല്ലാത്തരം പാപ അടിമത്തങ്ങളെക്കാളും സാത്താന്യമായ പാറ്റേണുകളെക്കാളും പവർഫുള്ളായി ജീവിക്കുവാൻ, വാഴുവാനുള്ള കൃപയും ശക്തിയും നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. അവർ അവനെ തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും ജയിച്ചു. അപ്പോൾ ആ മഹാജയമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഫൈനലി ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വൈഫ് അനാഥയായൊരു പെൺകുട്ടിയാണ്. അവൾക്ക് മാതാപിതാക്കളുണ്ട് എങ്കിലും അവളെ ഒരമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചതായിരുന്നു. അവിടെ എടുത്തു വളർത്തപ്പെട്ടതായ ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റു ദമ്പതിമാർ അവരെ ദത്തെടുത്ത് വളർത്തി ആ കുഞ്ഞിനെയാണ് എൻ്റെ സ്നേഹിതൻ വിവാഹം കഴിച്ചത്. അവൾ അനാഥയാണെന്നും അവളുടെ വളർത്തു മാതാപിതാക്കളാണ് ഇവരെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ പഴയ അപ്പനോ അമ്മയ്ക്കോ ഇനി ആ പൈതലിൻ്റെ മേൽ ഒരധികാരമോ അവകാശമോ സ്ഥാപിച്ച് കയറി ചെല്ലാൻ കഴിയത്തില്ല. കാരണം ആ പെൺകുട്ടി ഇന്ന് ദത്തെടുക്കൽ എന്ന് പറയുന്ന ഒരു പുതിയ കർത്തവ്യത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. ബയോളജിക്കൽ ഫാദറും മദറും ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്കിനി അവളുടെ മേൽ റൈറ്റ് ഇല്ല. കാരണം അവളെ ഉപേക്ഷിച്ചതാണ്. ആ വ്യക്തികൾ അവളെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് പുതിയ മാതാപിതാക്കൾ അവളെ ഏറ്റെടുത്തത്. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മളെ ദത്തെടുത്തിരിക്കുകയാണെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ദത്തെടുപ്പെന്ന് പറയുന്നതായ അവകാശത്താൽ, ആ ഒറ്റ വാക്കിനാൽ നമ്മളുടെ പൂർവ്വ മാതാപിതാക്കളുമായി, നമ്മുടെ പൂർവികരുമായിട്ടുള്ള എല്ലാത്തരം ബന്ധങ്ങളും ദൈവസന്നിധിയിൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ ഉറപ്പാണ് ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവകുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യോടൊന്ന് നിങ്ങൾ പുലർത്തണം. ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേണുകളോ ദുഷ്ടപ്രവർത്തനങ്ങളോ നിങ്ങളുടെ മേൽ തല പൊക്കാൻ ശ്രമിക്കുമ്പോഴേ നിങ്ങളിങ്ങനെ പറയുക, ഞാൻ വീണ്ടും ജനിച്ച ആളാണ്, യേശു ക്രിസ്തുവിൽ ഞാൻ ദത്തെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹേ ദുഷ്ടപിശാചേ, നിൻ്റെ അടവും കളികളും എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കുകയില്ല. കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾ ഈ വാക്ക് പറയാൻ പഠിക്കുന്ന അന്ന് നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമാകുന്ന വലിയ കാഴ്ച നിങ്ങൾ കാണും. ജീവിതകാലം മുഴുവൻ പോരാടി കളയാനുള്ളതല്ല, ഒരു വാഴുന്ന നല്ല യുഗം ദൈവം നിൻ്റെ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ആ സന്തോഷകരമായ നല്ല ജീവിത വസന്തത്തിലേക്ക് കയറാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ പാറ്റേണുകളെ തകർക്കണം എന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു രൂപരേഖ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ മക്കളെ വിളിക്കുക, മുട്ടുമേൽ നിൽക്കാൻ പറയുക, നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ അല്പനേരം മലർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക.
ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ കരങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ തലമേൽ വെക്കുക. എന്നിട്ട് പറയുക, എൻ്റെയോ എൻ്റെ പൂർവികരുടെയോ യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ നീച സ്വഭാവങ്ങളുടെയോ കൈമാറ്റം നിൻ്റെ മേൽ ഇനി വെളിപ്പെടുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും നാമത്താലും ഞാൻ അതിനെ റദ്ദ് ചെയ്യുന്നു. ഒരമ്മ ഒരു മകൻ്റെയോ മകളുടെയോ തലയെ കൈവച്ചിത് പറഞ്ഞാൽ, ഒരു പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ തലമേൽ ഇത് കരം വെച്ച് പറഞ്ഞാൽ അന്ന് ആ കാര്യം റദ്ദ് ചെയ്യപ്പെടും. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചെയ്യുക. നിങ്ങളുടെ തലമുറകൾ ദൈവത്തിൻ്റെ സന്താനങ്ങളാണ്. അവരുടെ മേൽ വാഴേണ്ടത് കർത്താവിൻ്റെ സംസ്കാരമാണ്. ഉപയോഗപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാജാവും ഉന്നതനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ദൈവിക ആലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളെയും യേശുവിൻ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടപ്രവൃത്തിയുടെ പാറ്റേണുകളും ഇനിമേൽ ഫോം ചെയ്യപ്പെടാതെ, അത്തരത്തിലുള്ള ഒരു ഇരുട്ടിൻ്റെ നിഗൂഢ ശക്തികളും തലപൊക്കാതെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇവർ സ്വതന്ത്രരും സമാധാനം അനുഭവിക്കുന്നവരുമായി വാഴുവാൻ അങ്ങ് കരുണ ആക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ 2026 മെയ് മാസം 29, 30, 31 തീയതികളിൽ കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 9 എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു. ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിഷയങ്ങളെ ദൈവകരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാം. നിങ്ങളുടെ വിഷയങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ കാരണമായി തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ആ കൂട്ടായ്മയിൽ പങ്കുചേരുക. അതിനോടുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. 30-ാം തീയതി ശനിയാഴ്ച ഫസ്റ്റ് ബെൽ വിത്ത് ജീസസ് എന്ന അനുഗ്രഹീതമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മക്കളെല്ലാം ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവരുടെ പുത്തൻ ബാഗും കുടകളും ഒക്കെ ആയിട്ട് അവർ ചർച്ചിൽ വരട്ടെ. നമുക്കതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ നമുക്ക് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാം. ഇത്തവണ പുത്തൻ ഉടുപ്പും പുതിയ ചെരുപ്പും പുതിയ ഷൂസും ഒക്കെ ആയിട്ട്, പുതിയ ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ അവരുടെ കൂട്ടുകാർക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടാകും. അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തലയിൽ ചൂടി നമ്മുടെ മക്കൾ പോകട്ടെ. ഈ അധ്യയന വർഷം ഗംഭീരമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഭയങ്കരമായിരിക്കുന്ന മികവ് നിങ്ങളുടെ മക്കൾ പഠനത്തിൽ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിശാലമായ ഭാവിക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള പ്രത്യേകമായ ദിവസം വിദ്യാലയങ്ങൾ തുറക്കുന്നതിനോടനുബന്ധമായി ഈ മാസം 30-ാം തീയതി കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ കൂട്ടായ്മയിൽ ക്രമീകരിച്ചിരിക്കുന്നു. വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.